നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സവിശേഷത, ബിസിനസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ അത് ബിസിനസ് ആണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെ പറ്റും? അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ഒരു ബിസിനസിന് പൊതു സ്വഭാവമുണ്ട്. അതിൽ ഒന്നാമത്തെ സവിശേഷത, ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇൻ ബിസിനസ് വി പ്രൊഡ്യൂസ് ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ customer needs or people's need and with the object of making profit. That is the economic activity. We have already studied that. Now, business is an economic activity. The main purpose of business is to make profit. പ്രോഫിറ്റ് ലാഭം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രക്രിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ സവിശേഷത, ബിസിനസിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൊഡക്ഷൻ ഓർ പ്രോക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് to satisfy the customer needs. ഇപ്പൊ രണ്ടാമത്തെ സവിശേഷത എന്താണ്? ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകണം, അല്ലെ പ്രോക്യൂർമെന്റ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൺസ്യൂമർക്ക് എത്തിക്കുന്നതിന് മുമ്പ് അല്ലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്ത് അവർക്ക് വേണ്ടി കൊണ്ട് കൊടുക്കണം. അപ്പൊ പ്രൊഡക്ഷൻ ഓർ പ്രോക്യൂർമെന്റ്, ഉൽപാദനം വേണം അല്ലെ കളക്ഷൻ വേണം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ്. ആൾക്കാർ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നുകിൽ സാധനം ഉത്പാദിപ്പിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കളക്ട് ചെയ്യണം. അപ്പൊ ബിഫോർ ഗുഡ്സ് ആർ ഓഫേർഡ് ടു ദ പീപ്പിൾ, ഐദർ വി കളക്ട് ദ പ്രോഡക്റ്റ് ഫ്രം വേരിയസ് അതർ സോഴ്സസ് ഓർ ഐദർ വി പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ്. ഒന്നുകിൽ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാൻ പറ്റും? അതൊരു ബിസിനസ് ആക്ടിവിറ്റീസ് ആണെന്ന് പറയാം. ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പർച്ചേസ് നടക്കുന്നുണ്ട്, അത് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി എത്തിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാകുന്നത് ഒരു ബിസിനസ് ആക്ടിവിറ്റി ആണെന്ന്. ദ തേർഡ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഈസ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധനങ്ങളോ സേവനങ്ങളുടെയോ ലഭ്യതയിലുണ്ട് ഒരു ബിസിനസ് ആക്ടിവിറ്റിയിലുണ്ട്. ഓൾ ബിസിനസ് ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ സം കൺസിഡറേഷൻ. ഏത് ഉത്പാദന പ്രക്രിയയായാലും സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റോ വിനിമയം ഉണ്ടായിരിക്കും. അത് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും, നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. ഇഫ് ഗുഡ്സ് ഓർ സർവീസസ് ആർ കൺസ്യൂംഡ് ബൈ ദ പ്രൊഡ്യൂസർ, it cannot be called a business. Or he purchase any products for the purpose of presentation to someone else, it is not a business. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്പാദകൻ ഒരു സാധനം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു സേവനം ഉപയോഗിക്കുന്നു, അതൊരു ബിസിനസ് ആക്ടിവിറ്റി അല്ല. അല്ലെ ഉത്പാദകൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു പ്രസന്റേഷൻ ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നു, അതൊരു ബിസിനസ് ആക്ടിവിറ്റി അല്ല. ബിസിനസ് ആക്ടിവിറ്റി ആണെങ്കിൽ എന്തുണ്ടാവണം? അതിന് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ്. Another features of business activity is dealings in goods or services. Business consists of dealings in goods and services. Goods produced or purchased for business purpose may be consumer goods or capital goods or producers goods. Consumers goods are goods which are directly consumed by the people. The capital goods or producers goods are goods consumed by the producer to assist the production of consumer goods. Or the tools or machinery equipments are producer goods, or pen, pencil, shoes, bag are consumer goods. Consumer goods are directly consumed by the people. Producer goods are goods consumed by or machinery or equipments consumed by the producer to assist the production of the consumer goods. That is another features of business activity. Another features of business activity is regularity or continuity of dealings. A business activity is a continuous dealings. ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഡീലിംഗ്സ് ആണ്. ഒരു പ്രത്യേകമായിട്ടുള്ള ഡീലിംഗ്സ് അല്ല, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ഡീലിംഗ്സ് ആണ് ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഏത് ഡീലിംഗ്സ് ആയാലും ഉൽപാദനം അല്ലെങ്കിൽ വിൽപ്പന അല്ലെ വാങ്ങിക്കൽ, ഇതെല്ലാം അല്ലെ പ്രൊഡക്ഷൻ, പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് കണ്ടിന്യൂസ് ബേസിസ്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം.
ഉദാഹരണത്തിന് ഒരാളൊരു സ്കൂട്ടർ വാങ്ങിച്ചു, കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ സ്കൂട്ടർ വിറ്റു, പഴയതായപ്പോൾ അയാൾ വിറ്റു, അതിൽ നിന്ന് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. അതൊരു ബിസിനസ് ആക്ടിവിറ്റി അല്ല. മറിച്ച് അയാൾ സ്ഥിരമായിട്ട് സ്കൂട്ടർ വാങ്ങിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടുവാണെങ്കിൽ അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ വൺ ടൈം ട്രാൻസാക്ഷൻ മാത്രമല്ല, ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ബിസിനസ് ആക്ടിവിറ്റി അല്ല, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ബിസിനസ് ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ ആയാലും പർച്ചേസ് ആയാലും വിൽപ്പന ആയാലും തുടർച്ചയായിട്ട് നടക്കണം. ഒരിക്കൽ മാത്രം നടന്നാൽ അത് ബിസിനസ് ആക്ടിവിറ്റി അല്ല, തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റി. അതാണ് റെഗുലാരിറ്റി ഓർ കണ്ടിന്യൂസ് ഡീലിംഗ്സ് എന്ന് പറയുന്നത് മറ്റൊരു ബിസിനസിന്റെ സവിശേഷതയാണ്. അനദർ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഈസ് പ്രോഫിറ്റ് മോട്ടീവ്. The main objective of business activity is to make profit. ഏത് ബിസിനസിന്റെ ആയാലും പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാഭം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല, ലാഭം വളരെ അത്യാവശ്യമാണ്. എന്തെല്ലാം കാര്യത്തിൽ ലാഭം ഉപയോഗിക്കാം? ഒരു ബിസിനസ് നിലനിൽക്കാനായിട്ട്, ദീർഘകാലം ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ലാഭം അത്യാവശ്യമാണ്. ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് ലാഭം അത്യാവശ്യമാണ്. ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, നിലവിലുള്ള സംവിധാനത്തിന് വീണ്ടും വലുതാക്കാൻ, വലിയ സംഭവങ്ങളൊക്കെ തുടങ്ങാൻ, വലിയ സംരംഭങ്ങളൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന മേഖല വർദ്ധിപ്പിക്കാൻ ബിസിനസിന് ലാഭം വേണം. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ബിസിനസിനെ കുറിച്ച് പഠിക്കാനും അതിന് ഭാവി പരിപാടികൾ തീരുമാനിക്കാനും ഈ ലാഭം അത്യാവശ്യമാണ്. അതുപോലെ ബിസിനസിന്റെ ഒരു പ്രസ്റ്റീജ്, ഒരു ലാഭം എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ അന്തസ്സിന്റെ ഭാഗമാണ്, അതിന്റെ പ്രശസ്തിയുടെ ഭാഗമാണ്. അപ്പൊ ലാഭം എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റിയല്ല, ലാഭം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയല്ല. പക്ഷെ നമുക്ക് ലാഭം എന്ത് ചെയ്യാം, നേടണമെങ്കിൽ ബിസിനസ്സിൽ കാര്യക്ഷമമായ പ്രവർത്തനം വേണം. അപ്പൊ ബിസിനസിന്റെ അത്യാവശ്യമാണെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചേഴ്സ്, അനദർ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഈസ് എലമെന്റ് ഓഫ് റിസ്ക്. എലമെന്റ് ഓഫ് റിസ്ക് ഈസ് അൺഅവോയ്ഡബിൾ ഇൻ ബിസിനസ്. റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബിസിനസിന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നഷ്ടം കുറയ്ക്കാം, പക്ഷെ നഷ്ടം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നില്ല. നഷ്ടം എന്ന് പറയുന്നതാണ് റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടത്തിനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് ബിസിനസ് നഷ്ടം ഉണ്ടാകാം. പല ഫാക്ടേഴ്സ് ഉണ്ട് ബിസിനസ് നഷ്ടം ഉണ്ടാകാനായിട്ട്. അതിന് പ്രധാനപ്പെട്ട ഫാക്ടറാണ് ചേഞ്ച് ഓഫ് ടെക്നോളജി. നിലവിലുള്ള സാങ്കേതിക വിദ്യയിൽ, നിലവിലുള്ള സംവിധാനത്തിൽ, നിലവിലുള്ള മെഷീനറികളിൽ മാറ്റം വരുത്തേണ്ടി വരുവാണെങ്കിൽ അധികമായ തുക നേരിട്ട് മുടക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ്സിന് കൂടുതൽ പണം മുടക്കുമ്പോൾ അതിന്റെ ലാഭം കുറയും. അപ്പൊ നഷ്ടസാധ്യത കൂടുതലായിരിക്കും. അപ്പൊ പെട്ടെന്ന് ടെക്നോളജിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, നിലവിലുള്ള സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബിസിനസ് നഷ്ടം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് ഫാഷൻ. ഉപഭോക്താക്കളാണ് പ്രധാനപ്പെട്ട ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ആ ഉപഭോക്താവാണ് ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ ഉപഭോക്താവിന്റെ ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അവരുടെ ഫാഷൻ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിസിനസ്സിൽ മാറ്റം വരുത്തേണ്ടി വരും. നഷ്ടസാധ്യത കൂടുതലായിരിക്കും. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആണ്. കിടമത്സരം കൂടിക്കഴിഞ്ഞാൽ നഷ്ടം കൂടുതലായിരിക്കും. കിടമത്സരം കുറവാണെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറവായിരിക്കും. കിടമത്സരത്തിന് നേരെ ഓപ്പോസിറ്റ്, മൊണോപ്പൊളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത്. അല്ലെ കോമ്പറ്റീഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. മൊണോപ്പൊളിയിൽ എന്താണ്, ഒള്ളി വൺ സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സെല്ലറേ ഉണ്ടാവുള്ളൂ, ധാരാളം കൺസ്യൂമർ ഉണ്ടാവും, അല്ലെ കസ്റ്റമർ ഉണ്ടാവും. അപ്പൊ സെല്ലർക്ക് തോന്നിയ വിലയ്ക്ക് സാധനം വിൽക്കാൻ പറ്റും. പക്ഷെ മൊണോപ്പൊളി മാർക്കറ്റ് അല്ലാതെ കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ധാരാളം സെല്ലർ ഉണ്ടാവും, ധാരാളം കസ്റ്റമറും ഉണ്ടാവും. അപ്പോൾ ഓരോ സെല്ലറും സാധനത്തിന് വില കുറച്ച് വിൽക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് നഷ്ടസാധ്യത കൂടുതലായിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലേബർ പ്രോബ്ലം. തൊഴിലാളി പ്രശ്നം, അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ തൊഴിലാളിയുടെ പ്രവർത്തനങ്ങൾ മൂലം സ്ഥാപനത്തിന് നഷ്ടം ഉണ്ടാകാം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് നഷ്ടം ഉണ്ടാകാം. അപ്പൊ അതൊരു തൊഴിൽ പ്രശ്നം, തൊഴിലാളികളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ബിസിനസ് നഷ്ടസാധ്യത ഉണ്ടാവും. മറ്റൊരു നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യതക്കുറവ്. സ്ഥിരമായിട്ട് അസംസ്കൃത പദാർത്ഥങ്ങൾ കിട്ടിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ തടസ്സം വരും, വിൽപ്പനയിൽ തടസ്സം വരും. അത് ബിസിനസിന് നഷ്ടത്തിലേക്കാണ് സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഫയർ, തെഫ്റ്റ്, നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ആക്സിഡന്റ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അപകടം, പ്രകൃതി ദുരന്തങ്ങൾ, തീപിടുത്തം അല്ലെങ്കിൽ മോഷണം, ഇതുപോലെ ബിസിനസ് നഷ്ടം ഉണ്ടാകും. അപ്പൊ ഈ നഷ്ടങ്ങളൊന്നും ബിസിനസ്സിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ബിസിനസ്സിൽ അത്യന്താപേക്ഷിതമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ്സുകാരൻ എന്ത് കിട്ടുന്നത്, ബിസിനസിന്റെ റിസൾട്ടായിട്ട് ലാഭം കിട്ടുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.